വേദിയിലുള്ള എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് മീര ഗോപിനാഥ്. ഇന്ന് ഞാൻ അരുണുമായി സംസാരിക്കുന്നത് അരുണിൻ്റെ വിശുദ്ധ പാപങ്ങളുടെ ഇന്ത്യ എന്നു പേരുള്ള പുസ്തകത്തെക്കുറിച്ചാണ്. ഈ പുസ്തകത്തിന് 2019 സാഹിത്യ അക്കാദമിയുടെ അവാർഡ് കിട്ടിയിരുന്നു. 2017 എനിക്ക് ഈ പുസ്തകം ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു അവസരം കിട്ടുന്നത്. അപ്പോൾ ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ എൻ്റെ സുഹൃത്താണ് എനിക്കത് റെഫർ ചെയ്തിരുന്നത്. അപ്പോൾ അന്ന് എന്നോട് പറഞ്ഞിരുന്നത് ഇത് ദേവദാസികളെ കുറിച്ചുള്ളൊരു പുസ്തകമാണ്, ട്രാവലോഗ് സ്റ്റൈലിലാണ് എഴുതിയിരിക്കുന്നതെന്നാണ്. അപ്പോൾ ഞാൻ ദേവദാസികളെ കുറിച്ച് എനിക്ക് ആകെ അറിയുന്നത് ഏതോ ഒരു സിനിമ കന്നഡയിലോ മറ്റോ കണ്ടിരുന്നു. അപ്പം ഏതോ ഒരു കാലത്ത് നടക്കുന്ന ഒരു അനാചാരം അല്ലാതെ കൂടുതലൊന്നും എനിക്കറിയില്ലായിരുന്നു. പക്ഷേ പുസ്തകം വായിച്ച് കുറച്ചായപ്പോഴാണ് വല്ലാത്തൊരു ഞെട്ടലാണ് തോന്നിയത്. അതായത് ഞാൻ കർണാടകയിൽ ജീവിച്ചു തുടങ്ങിയിട്ട് ഏതാണ്ട് 20 വർഷമാവുന്നുണ്ട്. പക്ഷേ ഇത്രയും ഭീകരമായ അനാചാരങ്ങൾ, ക്രൂരതകൾ സ്ത്രീകൾക്കെതിരെ, എന്തിന് കുട്ടികൾക്കെതിരെയും സംഭവിക്കുന്നുണ്ട്. ഞാനിതൊന്നും അറിഞ്ഞിട്ടില്ലല്ലോ എന്നുള്ളത് വല്ലാത്തൊരു ഞെട്ടലായിരുന്നു എനിക്ക്. വായിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ചിന്തിച്ചത് ഇതിൽ ഉൾപ്പെടാത്ത കഥകൾ എത്രയുണ്ടാവും എന്നാണ്. അതായത് അരുൺ ഇന്ത്യയോടുന്നീളം പോയി പല കഥകളും വളരെ ഹൃദയസ്പർശിയായിട്ടുള്ള കഥകളാണ് അതിൽ കൂടിച്ചേർത്തിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായും ഇതെല്ലാം ഈ ഒരു പുസ്തകത്തിനകത്ത് നമുക്ക് ഒതുക്കാൻ പറ്റില്ല. അപ്പോൾ എന്തൊക്കെ കഥകളായിരിക്കും ഇതിലില്ലാത്തത്, വേറെ എന്തൊക്കെ അനുഭവങ്ങളുണ്ടായിരുന്നിരിക്കും, വേറെ ഏതൊക്കെ യാത്രകളുണ്ടായിരുന്നിരിക്കും, പോകാത്ത യാത്രകൾ ഏതൊക്കെ ഉണ്ടായിരുന്നിരിക്കും, ഇതൊക്കെയായിരുന്നു ഞാൻ ഇത് കഴിഞ്ഞപ്പോൾ ചിന്തിച്ച്. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് തുടങ്ങാം. അരുണിൻ്റെ അടുത്ത് എനിക്ക് ഇതിൽ ഉൾപ്പെടുത്താത്ത അനുഭവങ്ങളുണ്ടോ, പോകാത്ത യാത്രകളുണ്ടോ, പോകാൻ പറ്റാത്ത യാത്രകളുണ്ടോ, അങ്ങനത്തെ ആ അനുഭവങ്ങളെക്കുറിച്ചൊന്ന് പറയാം. എല്ലാവർക്കും നമസ്കാരം. പോകാൻ പറ്റാത്ത ഇതിൽ ഉൾപ്പെടുത്താത്ത യാത്രകളെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് തുടങ്ങാം. ഞങ്ങൾ ഈ പുസ്തകത്തിൻ്റെ എഡിറ്റിംഗ് സമയത്ത് ഇതിൽ നിന്ന് കുറച്ച് ഭാഗങ്ങൾ എഴുതി കഴിഞ്ഞ ചില ഭാഗങ്ങൾ ഒഴിവാക്കുകയും അല്ലെങ്കിൽ ചിലത് എഴുതണ്ടെന്ന് തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പുസ്തകം എഡിറ്റ് ചെയ്യാൻ എന്നെ സഹായിച്ച ശിവൻ ഇവിടെ ഉണ്ട്, ശിവൻകുട്ടിയുണ്ട്. അദ്ദേഹത്തിന് അത് കുറച്ചുകൂടി അറിയാം. വൃന്ദാവനിൽ കുറേ സ്ത്രീകളുടെ ദുരിതം പുസ്തകത്തിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ അതിൽ കുറേ കഥകൾ ഒരേപോലെയായിരുന്നു. അതായത് എല്ലാ സ്ത്രീകൾക്കും പറയാനുണ്ടായിരുന്നത് ഒരേ കഥകളാണ്. ബംഗാളിൽ നിന്ന് വന്ന സ്ത്രീകളിൽ ഭൂരിഭാഗത്തിനും പറയാനുണ്ടായിരുന്നത് ഒരേ കഥകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ വലിയ വ്യത്യസ്തതകളില്ലാത്ത കഥകൾ നമ്മൾ കുറേ ഒഴിവാക്കിയിട്ട് ഇന്നവരെല്ലാം ഈ കഥകൾ തന്നെ പറഞ്ഞു എന്ന് പറയുകയാണ് ചെയ്തിരിക്കുന്നത്. അതാണ് എഴുതി കഴിഞ്ഞ ശേഷം ഒഴിവാക്കിയത്. പിന്നെ പോയ യാത്രയിൽ നമ്മൾ എഴുതാതിരുന്നത്, അതായത് ഈ പുസ്തകം നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ ഒരു ഫോക്കസ് സ്ത്രീകൾ എങ്ങനെ ഒരു ആചാരങ്ങളുടെ പേരിൽ ലൈംഗിക കമ്പോളങ്ങളിൽ എത്തുന്നു എന്നുള്ളതായിരുന്നു അതിൻ്റെ ഒരു ഫോക്കസ്. അപ്പോൾ അതിനെ ആ ഒരു ഒഴുക്കിനെ ബാധിക്കുന്ന ചില വിഷയങ്ങൾ എടുത്തു മാറ്റിയിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതായിട്ട് എനിക്ക് തോന്നുന്നത് ജലാംഗിയിലേക്കുള്ളൊരു യാത്രയാണ്. ഈ പുസ്തകത്തിൽ ജലാംഗിയിലേക്കുള്ള യാത്ര പറഞ്ഞിട്ടുണ്ട്. ജലാംഗിയിലേക്ക് നമ്മൾ പോകുന്നത് ബംഗാളിൻ്റെ ഒരു ബോർഡറാണ് ജലാംഗി. അവിടെ ബംഗ്ലാദേശുമായിട്ട് ഇന്ത്യ അതിർത്തി പങ്കിടുന്നത് ജലാംഗിയിലാണ്. അപ്പോൾ ജലാംഗിയിൽ നമ്മൾ പോയതായിട്ട് ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. അവിടെ ബംഗ്ലാദേശിൽ നിന്ന് ആളുകൾ ഇന്ത്യയിലേക്ക് കടന്നു വരുന്നു. ആ വഴിക്ക് പെൺകുട്ടികളെ കടത്തിക്കൊണ്ട് വന്നിട്ട് സോനാഗച്ചിയിലേക്ക് എത്തുന്നതിനെക്കുറിച്ച് ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. ഇതിനൊപ്പം തന്നെ നമ്മൾ ഒഴിവാക്കിയൊരു ഭാഗം എന്ന് പറയാവുന്നത് ജലാംഗി എന്ന് പറയുന്ന ഗ്രാമത്തിന് വേറൊരു പ്രത്യേകതയുണ്ട്. കേരളവുമായിട്ട് അതിനൊരു കണക്ഷനുണ്ട്. ജലാംഗിയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ പേര് കേരളത്തിലേക്ക് തൊഴിലെടുക്കാനെത്തി. കുറേ പേര് നമ്മുടെ എറണാകുളത്ത്, എറണാകുളം ജില്ലയുടെ പല ഭാഗങ്ങളിൽ വെച്ചിട്ടൊക്കെ, കൂടുതലായിട്ട് എറണാകുളം ജില്ലയിൽ വെച്ചിട്ടൊക്കെ കെട്ടിടങ്ങളുടെ മുകളിൽ നിന്ന് വീണും മറ്റും പരിക്ക് പറ്റിയ ഒരുപാട് പേര് ജലാംഗിയിലുണ്ട്. അതുപോലെ തന്നെ ജലാംഗിയുടെ വേറൊരു പ്രത്യേകത അവിടുത്തെ വലിയ വീടുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ സാധാരണയായിട്ടെല്ലാം കുടിലുകളാണ്. അതല്ലാതെയുള്ള നല്ല വീടുകളെല്ലാം കേരളത്തിൽ വന്ന് പണിയെടുക്കുന്ന ബംഗാളികളുടെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു കേരളം അവർക്ക് രണ്ട് തരത്തിലാണ് കേരളം. ചില വീടുകൾ ഉള്ളതിൽ നിന്ന് തകർന്നു പോയി, ചില വീടുകൾ ഒന്ന് മോടി പിടിപ്പിക്കാൻ പറ്റി. അവിടെ ഏറെക്കുറെ കക്കൂസുള്ള വീടുകളെല്ലാം കേരളത്തിൽ പണിയെടുക്കുന്ന ബംഗാളികളുടെയാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ മലയാള മനോരമയിൽ സൺഡേ സപ്ലിമെൻറ്റിൽ ഒരു ലേഖനം എഴുതിയിരുന്നു. ജലാംഗിയുടെ ഭാഗ്യക്കുറി എന്ന് പറഞ്ഞിട്ട് ഒരു ലേഖനം. കേരളവും ജലാംഗിയും തമ്മിലുള്ള കണക്ഷനെ കുറിച്ചൊരു ലേഖനം മനോരമയുടെ സൺഡേ സപ്ലിമെൻറ്റിൽ ഏതൊരു നവംബർ 1 വന്നിരുന്നു.
അത് പക്ഷേ നമ്മൾ പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. കാരണം പുസ്തകത്തിൻ്റെ ഒരു ഒഴുക്കിനെ ബാധിക്കുന്ന ഒരു വിഷയമാണ്, അതുമായി ചേർന്ന് പോകാത്തൊരു വിഷയമാണത്. അതുകൊണ്ടത് പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അങ്ങനെയല്ലാതെ പിന്നെ നമ്മൾ ഈ എഴുതിയ കുറേ കഥകൾ, കുറേ രാധമാരുടെ കഥകൾ, കുറേ ലൈംഗിക തൊഴിലാളികളുടെ കഥകളൊക്കെ വെട്ടിക്കളഞ്ഞത് ഒഴിച്ചാൽ മറ്റെന്തെങ്കിലും എഴുതാതിരുന്നതായിട്ട് തോന്നുന്നില്ല. എന്തെങ്കിലും കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുണ്ടായിരുന്നുകൊണ്ട് ഒഴിവാക്കേണ്ടി വന്നിട്ടുണ്ടോ? ഇല്ലില്ല, അങ്ങനെ ഒരു കോൺട്രവേഴ്സി ആവും എന്ന് വിചാരിച്ചിട്ടോ അങ്ങനെ എന്തെങ്കിലും ഒന്നും ഒഴിവാക്കിയിട്ടില്ല. ഇത് മാത്രമേ അതിനകത്ത് ഒഴിവാക്കിയിട്ടുള്ളൂ. വായനയുടെ ഒഴുക്കിനെ ബാധിക്കരുത് എന്നുള്ളതാണ് നമ്മളതിനകത്ത് എഡിറ്റ് ചെയ്യുമ്പോൾ പ്രധാന പരിഗണന കൊടുത്തിട്ടുള്ളൊരു കാര്യം. അതുപോലെ തന്നെ പുസ്തകം ഇറങ്ങിയതിന് ശേഷം ഉണ്ടായിട്ടുള്ള യാത്രകൾ, ഇപ്പം ഞാനും അരുണും വേറെ 1-2 പേരും ചേർന്ന് കഴിഞ്ഞ വർഷം ഞങ്ങൾ ഇവിടുത്തെ ഈ ഗ്രാമങ്ങളിൽ സന്ദർശിച്ചിരുന്നു. എൻ്റെ ഒരു സുഹൃത്തിന് അവിടുത്തെ ഈ ദേവദാസി സിസ്റ്റത്തിൽ നിന്ന് രക്ഷപ്പെട്ട റീഹാബിലിറ്റേറ്റ് ചെയ്തിട്ടുള്ള സ്ത്രീകളെ അവർക്ക് എന്തെങ്കിലും ഒരു നല്ല ജോലി കൊടുക്കണം എന്നുണ്ട്. അതിനെക്കുറിച്ച് ആലോചിക്കാനായിട്ട് ഞങ്ങൾ പോയിരുന്നു, അവരെ കാണാൻ പോയിരുന്നു. അപ്പോൾ അവർക്ക് അധികം കണ്ടെത്തിയത് എംപ്ലോയബിൾ സ്കിൽസ് അധികമില്ല. അവർക്കാകെ അവർ ചെയ്യുന്നത്, ഇപ്പോൾ അവർ ഒട്ടുമുക്കാൽ ആൾക്കാരും കൃഷിപ്പണിയാണ് പോയി ചെയ്യുന്നത്. രാവിലെ 9 മുതൽ വൈകുന്നേരം 6 മണി വരെ പണിയെടുത്ത് അവർക്ക് 200 രൂപയാണ് കിട്ടുന്നത്. അപ്പോൾ നമ്മളവരെ ട്രെയിൻ ചെയ്തിട്ടല്ലാതെ നമുക്ക് അവർക്ക് വേറെ ഒന്നും ചെയ്തു കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അതിങ്ങനെ അതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഇപ്പോഴും ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അരുൺ 1-2 തവണ പിന്നെയും പോയിരുന്നു. അപ്പോൾ ഈ യാത്രകളെക്കുറിച്ച്, പുസ്തകം ഇറങ്ങിയതിന് ശേഷമുള്ള യാത്രകളെക്കുറിച്ചൊന്ന് പറയാം. പുസ്തകം ഇറങ്ങിയ ശേഷമുള്ള ഒരു നല്ല യാത്ര എന്ന് പറയുന്നത് ഈ വർഷം 2024 ഫെബ്രുവരിയിൽ മാഘപൗർണമിക്ക് പോയതാണ്. നമ്മൾ പുസ്തകത്തിൻ്റെ അവസാനത്തെ ചാപ്റ്ററിൽ പറയുന്നുണ്ട്, അവിടെ സുപ്രീം കോടതി വിധി വന്ന ശേഷം അവിടെ ഉണ്ടായ മാറ്റങ്ങൾ പറയുന്നുണ്ട്. അവിടെ ഒരു സർവൈലൻസ് ടീം നിൽക്കുന്നുണ്ട് ഇത് നോക്കാൻ. അപ്പോൾ അത് ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി 2016 പുസ്തകം അവസാനിക്കുന്നത്, 2016 യാത്രയിലാണ് അവസാനിക്കുന്നത്. അപ്പോൾ 2016 അവസ്ഥ ഇപ്പോഴും ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് 2024 ഞങ്ങൾ പോയിരുന്നു, ഈ വർഷം പോയിരുന്നു. അപ്പോൾ അതിലൊരു സന്തോഷകരമായ ഒരു കാര്യം, ആ ഒരു സർവൈലൻസ് ടീമൊക്കെ എല്ലാം അവിടെ ഉണ്ട് എന്നുള്ളതാണ്. പിന്നെ ഈ പുസ്തകം വായിച്ചിട്ട്, വിശുദ്ധ ബാബകളുടെ ഇന്ത്യ വായിച്ചിട്ട് ഈ ഉത്സവം കാണാൻ വന്ന ചിലരെ അവിടെ കാണാൻ കഴിഞ്ഞു, മലയാളികളെ കുറേ പേരെ അവിടെ കുറേ പേരല്ല 2-3 പേരെ അവിടെ കാണാൻ കഴിഞ്ഞു. അപ്പോൾ അത് വലിയൊരു അംഗീകാരമായിട്ട് തോന്നി. ആ ഒരു പുസ്തകം വായിച്ചിട്ട് കേരളത്തിൽ നിന്ന് ആ ഉത്സവം കാണാൻ വരിക എന്ന് പറയുന്നത് ഒരു വലിയ സന്തോഷം നൽകുന്ന കാഴ്ചയായിരുന്നു. അപ്പോൾ അവിടെ ഇപ്പോൾ ഇങ്ങനെയൊന്നും നടക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലായത്. പിന്നെ അതിന് പുറമേയുള്ളൊരു യാത്ര എന്ന് പറയുന്നത് വിജയനഗര എന്ന് പറയുന്ന ജില്ലയിൽ, നമ്മുടെ ഹോസ്പേട്ടൊക്കെ ഉൾപ്പെടുന്ന ജില്ലയിൽ, ഹോസ്പിറ്റലിൽ കുറേ സ്ത്രീകൾ അവർക്ക് പെൻഷൻ കിട്ടണമെന്ന് പറഞ്ഞിട്ട്, ഈ ദേവദാസികൾ പെൻഷൻ കിട്ടണമെന്ന് പറഞ്ഞിട്ട് ഒരു ആവശ്യം ഉന്നയിച്ച് സമരം നടത്തുന്നുണ്ട്. അപ്പോൾ അവരെ കേൾക്കാൻ വേണ്ടി ഞങ്ങൾ പോയിരുന്നു ഈ ഉത്സവത്തിന് ശേഷം. അപ്പോൾ അതിൽ നിന്ന് അവർ പറയുന്നത് അവർ 1982 ശേഷവും ദേവദാസികളാക്കപ്പെട്ടവരാണ്, അതുകൊണ്ട് അവർക്ക് ഇതിൻ്റെ പെൻഷൻ വേണം എന്നാണ് പറയുന്നത്. ദേവദാസികൾക്ക് ഇപ്പോൾ കർണാടകയിൽ പെൻഷൻ ഉണ്ട്, അത് വേണം എന്നാണ് അവരുടെ ആവശ്യം. പക്ഷേ സർക്കാർ പറയുന്നത്, സാമൂഹ്യനീതി വകുപ്പ് പറയുന്നത് ഇവർ ലൈംഗിക തൊഴിലാളികളാണ്, ലൈംഗിക തൊഴിലാളികളെല്ലാം ഇപ്പോൾ ഈ ഒരു ആനുകൂല്യം കിട്ടാൻ വേണ്ടി ദേവദാസികളാണെന്ന് ക്ലെയിം ചെയ്യുന്നു. അപ്പോൾ നമുക്ക് അതിനകത്തൊരു അന്വേഷണം നടത്താതെ നമുക്ക് കൊടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഡിസ്പ്യൂട്ട് നടക്കുന്നുണ്ട് അവിടെ. അത് നമ്മൾ വാർത്തയൊന്നും ആക്കിയിട്ടില്ല, കാരണം അത് നമുക്കതിൻ്റെ ഒരു നിജസ്ഥിതി എന്താണെന്ന് ഇപ്പോഴും അറിയില്ല, അത് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അതുകൊണ്ട് അത് വാർത്തയായിട്ടില്ല. പക്ഷേ ഈ 71 പേർക്ക് പെൻഷൻ കിട്ടുന്നില്ല എന്നുള്ള മറ്റു കാര്യങ്ങളൊക്കെ ടൈംസ് ഓഫ് ഇന്ത്യയിലും മറ്റൊക്കെ വാർത്തയായിട്ട് വന്നിട്ടുണ്ട് കർണാടകയിൽ നിന്ന്. ഇതൊക്കെയായിരുന്നു ശേഷമുള്ള യാത്രകൾ ഓർക്കുന്നത്. അതുപോലെ ആദ്യ പുസ്തകം അവസാനിക്കുന്നത് പെൺഭ്രൂണഹത്യയെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടാണ്. അടുത്ത പുസ്തകത്തിൻ്റെ ഒരു ചാപ്റ്ററിൽ മധ്യപ്രദേശിലെ മന്ദസൗർ ഗ്രാമത്തിൽ ആൺഭ്രൂണഹത്യയെക്കുറിച്ചാണ് പറയുന്നത്. ഈ 2 ഗ്രാമങ്ങളിലും നാടുകളിലും കൂടെ പോകുമ്പോൾ അവിടുത്തെ ഒരു അനുഭവം എന്തായിരുന്നു, അതിനെക്കുറിച്ച് പറയാം. യെസ്, ഈ ചോദ്യം ഇങ്ങനെയല്ലാതെ ചോദിച്ചിട്ടുണ്ട് പലരും. അതായത് ആണുങ്ങളും പ്രശ്നം നേരിടുന്നില്ലേ? ഇപ്പോൾ മൻസൂറിൽ ആണുങ്ങളാണ് അവിടെ, അല്ല ആൺഭ്രൂണഹത്യയാണ് നടക്കുന്നത്, അല്ലെങ്കിൽ ആണുങ്ങൾക്ക് അവിടെ വിലയില്ല എന്ന് പറയുന്നത്. അപ്പോൾ അതൊരു പുരുഷൻ നേരിടുന്നൊരു പ്രശ്നമല്ലേ എന്ന് തോന്നുന്നുണ്ട്. ഇത് 2 ഗ്രാമങ്ങളിൽ 2 ഇഷ്യൂ ആണെങ്കിലും ഇതിൻ്റെ ഒരു ബേസ് എന്ന് പറയുന്നത് ഒന്നാണ്. 2ലും സ്ത്രീ ഒരു ലൈംഗിക വസ്തുവാണ് എന്നുള്ളതാണ്, അല്ലെങ്കിൽ അതല്ലാതെ ഒന്നും ആവുന്നില്ല എന്നുള്ളതാണ് 2ൻ്റെ ഒരു പ്രശ്നം. ഈ മൻസൂറിൽ ആൺഭ്രൂണഹത്യയാണ് നടക്കുന്നതെങ്കിലും അവിടെ ആൺഭ്രൂണഹത്യ നടക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആണുങ്ങൾക്ക് അവിടെ ജോലിയില്ല, ആണുങ്ങൾക്ക് വിലയില്ല. അതുകൊണ്ട് സ്ത്രീകളുണ്ടാവുന്നതാണ് പെൺകുട്ടികളുണ്ടാവുന്നതാണ് അവർക്ക് ലാഭകരം എന്നതുകൊണ്ടാണ് അവിടെ ഈ ആൺഭ്രൂണഹത്യ നടത്തി. ഇപ്പോൾ ആൺഭ്രൂണഹത്യ നടക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ ആൺകുട്ടികൾക്ക് പകരം പെൺകുട്ടികൾ വേണമെന്ന് ആഗ്രഹിക്കുന്നത്.
അപ്പോൾ രണ്ടും നമ്മൾ രണ്ട് വ്യത്യസ്ത സംഭവങ്ങളാണെങ്കിലും രണ്ടിൻ്റെയും ഒരു ബേസ് എന്ന് പറയുന്നത് ഒന്നാണ്. അപ്പോൾ അത് രണ്ടും തമ്മിൽ ശരിക്കും വ്യത്യാസമില്ല എന്ന് വേണം പറയാൻ. നമ്മളിപ്പോൾ ഇന്നലെ ഇവിടെ ഈ വേദിയിൽ തന്നെ പറഞ്ഞ പോലെ ഈ തന്തയില്ലാതെ പിറക്കുക അല്ലെങ്കിൽ ഒറ്റത്തന്തയ്ക്ക് പിറക്കുക എന്ന് പറയുന്നതിൽ അത് കൊള്ളുന്നത് സ്ത്രീക്കാണ്, തള്ളയ്ക്കാണ് കൊള്ളുന്നത് എന്ന് പറഞ്ഞ പോലെ ഇത് രണ്ടും ഒരു ബേസ് ചെയ്യുന്നത് ഒരു വിഷയത്തെയാണെന്നാണ് തോന്നുന്നത്. തന്തയില്ലായ്മയെ കുറിച്ച് പറഞ്ഞ സ്ഥിതിക്ക് നമ്മുടെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, കർണാടകത്തിൽ 88,000-88,000-ഓളം കുട്ടികൾക്ക് രേഖകളിൽ അച്ഛൻ്റെ പേരില്ല. അപ്പോൾ പ്രത്യേകിച്ച് നാട്ടിൻപുറത്തൊക്കെ ഉള്ളപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യം ആ കുട്ടികൾക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും. അവർക്ക് മിക്കവാറും ക്രൈമിലേക്കൊക്കെ തിരിയാൻ പറ്റുള്ളൂ. അവർക്ക് വല്ലാത്ത ഒരു അപകർഷതാബോധമായിട്ടായിരിക്കും അവർ വളരുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് അവിടെ കണ്ട കുട്ടികളിൽ എന്താണ് തോന്നിയത്? അവരെ നമുക്ക് സമൂഹത്തിന് എന്താണ് ചെയ്യാൻ പറ്റുക? അവരെ എങ്ങനെയാണ് സമൂഹം കാണുന്നത്? നമുക്ക് സമൂഹത്തിന് എന്താ ചെയ്യാൻ പറ്റുക അവർക്ക് വേണ്ടി ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ? അതെ, 88,000 കുട്ടികൾ ഉണ്ട് എന്നുള്ളത് അത് പുസ്തകത്തിൽ തന്നെ പറയുന്നുണ്ട്. അവർക്ക് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് ചോദിച്ചാൽ അവിടുത്തെ സാമൂഹിക നീതി വകുപ്പ് തന്നെ പറയുന്നത് കൂടുതൽ സ്കൂളുകൾ ഉണ്ടാവുക, അല്ലെങ്കിൽ ഈ സ്കൂളുകൾ ഉണ്ടാകുന്നതിനൊപ്പം തന്നെ സ്കൂളുകൾ അവിടുത്തെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കൂളുകളിലെ കുട്ടികൾക്കൊപ്പം തന്നെ അധ്യാപകർക്കും ഇത് സംബന്ധിച്ച് വലിയ ധാരണയില്ല. അവരും ഈ കുട്ടികളെ അച്ഛനില്ല എന്നുള്ളതിൻ്റെ പേരിൽ കളിയാക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ടൊക്കെയാണ് കുട്ടികൾ പുറത്തേക്ക് വരുന്നത്, സ്കൂളിൽ പോകാൻ താല്പര്യമില്ലാതാവുന്നത്, സ്കൂളിൽ നിന്ന് വിട്ടു പോകുന്നത്. അപ്പോൾ 5ാം ക്ലാസ്സിലോ 6ാം ക്ലാസ്സിലോ വെച്ചിട്ട് അവർ വിട്ടുപോകുന്ന ഒരു സാഹചര്യം വരുന്നു. അപ്പോൾ ശരിക്കും അതിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അവരെ കൺസിഡർ ചെയ്യുക, അല്ലെങ്കിൽ അവർ ഈ ഒരു നോർമൽ കുട്ടിയായിട്ട് അവരെ കൺസിഡർ ചെയ്യാനുള്ളൊരു ബോധമാണ് വേണ്ടത്. അത് പക്ഷേ നമുക്ക് ഇങ്ങനെ ഒരു ദിവസം കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതല്ല. അതിന് വലിയൊരു പ്രവർത്തനം തന്നെ വേണ്ടി വരും. പിന്നെ അതിനെതിരെയുള്ള നിയമ നടപടികളൊക്കെ ശക്തിപ്പെടുത്തുകയൊക്കെ വേണ്ടി വരും. അതൊക്കെ എത്രമാത്രം പ്രായോഗികമാണെന്ന് അറിയില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. പിന്നെ 88,000 കുട്ടികൾ അവർ ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അവർക്ക് വേറെ ജോലി പഠനം പൂർത്തിയാക്കാത്തതുകൊണ്ട് വേറെ ജോലി കിട്ടുന്നില്ല. അവർ അതുകൊണ്ട് തന്നെ സ്കൂളിൽ നിന്ന് വേറെ ജോലി കിട്ടുന്നില്ല. അതുകൊണ്ട് അവർ വളരെ മോശപ്പെട്ട ചില തൊഴിലുകൾ മോശപ്പെട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ചത് ക്രിമിനൽ ആക്ടിവിറ്റീസിലൊക്കെ ഇടപെടേണ്ടി വരുന്നു. അതിനൊപ്പം തന്നെ ഞങ്ങൾക്ക് ഈ ഗതി വന്നത് ഞങ്ങളുടെ അമ്മമാർ കാരണമാണെന്നുള്ളതുകൊണ്ട് അവരുടെ കുടുംബങ്ങൾക്കകത്തും അതൊരു പ്രശ്നമായി മാറുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു മൊത്തത്തിൽ സാമൂഹ്യമായിട്ടും വ്യക്തിപരമായിട്ടും ഒക്കെ അവർ വലിയ പീഡനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ കർണാടകത്തിലും അവിടെ സർക്കാരല്ലാതെ NGOs ആരെങ്കിലും അവരെ എന്തെങ്കിലും രീതിയിൽ സഹായിക്കുന്നുണ്ടോ? അങ്ങനെ കണ്ടിരുന്നോ കുട്ടികൾക്ക് വേണ്ടി? കുട്ടികൾക്ക് വേണ്ടി സഹായിക്കുന്നത് കുട്ടികളുടെ പഠന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയൊക്കെ ചെയ്യുന്ന ആളുകളുണ്ട്. പക്ഷേ അവിടെ ഈ സമാന്തര സ്കൂളുകൾക്കെതിരെയൊക്കെ കർണാടകയിൽ എനിക്കതിനെക്കുറിച്ച് കൂടുതൽ അറിയില്ല. സമാന്തര സ്കൂളുകൾ പ്രവർത്തിക്കുന്നതിനെതിരെയൊക്കെ കർണാടകയിൽ ചില നിയമങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഓപ്പൺ സ്കൂളൊക്കെ ഉണ്ടായിരുന്നത്, കൊപ്പലിലൊക്കെയുള്ള ഓപ്പൺ സ്കൂളുകളെക്കുറിച്ചൊക്കെ നമ്മൾ എഴുതിയിരുന്നു. പക്ഷേ അവിടെയൊന്നും ഇപ്പോൾ സ്കൂളുകൾ പ്രവർത്തിപ്പിക്കാൻ പാടില്ല. അതെല്ലാം കുട്ടികൾ വിദ്യാഭ്യാസ അവകാശ നിയമത്തിൻ്റെ പേരിൽ അവർ സ്കൂളിൽ തന്നെ സർക്കാർ നിർദ്ദേശിക്കുന്ന അല്ലെങ്കിൽ എയ്ഡഡ് സ്കൂളിൽ തന്നെ വരണം എന്ന് പറഞ്ഞിട്ടൊരു നിയമമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ചിലപ്പോൾ അത് സതുദ്ദേശപരമായിരിക്കാം. പക്ഷേ കർണാടകയിൽ ഒരു പ്രശ്നം അവിടുത്തെ സാമൂഹ്യനീതി വകുപ്പ് തന്നെ പറഞ്ഞത് അവിടെ അടുത്തടുത്ത് സ്കൂളുകളില്ല. നമ്മൾ കേരളത്തിൽ നിന്ന് പോകുന്ന മാധ്യമപ്രവർത്തകരാന്ന് പറഞ്ഞപ്പോൾ അവിടുത്തെ സാമൂഹ്യനീതി വകുപ്പ് ഓഫീസർ ഞങ്ങളോട് പറഞ്ഞൊരു കാര്യം, ഇവിടെ നിങ്ങൾക്ക് കേരളത്തിൽ അടുത്തടുത്ത് സ്കൂളുകളുണ്ട്. ഈ കർണാടകയിൽ ഒരു പ്രശ്നം എന്ന് പറയുന്നത് സ്കൂളുകൾ ഒരുപാട് ദൂരെയാവുമ്പോൾ അത്രയും ദൂരേക്ക് കുട്ടികളെ വിടാൻ പറ്റുന്നില്ല. അപ്പോൾ അവർ ഈ കുട്ടികളെ വീട്ടിൽ വെച്ചുകൊണ്ട് അവർ ജോലിക്ക് പോകേണ്ടി വരുന്നു. ഈ കുട്ടികൾ ആക്രമിക്കപ്പെടാനുള്ള സാധ്യത ഉണ്ടാകുന്നു. അതുകൊണ്ടാണ് ഈ പെൺകുട്ടികളുടെ വിവാഹമൊക്കെ നേരത്തെ നടത്തുക, അവരെ വേഗം വേറൊരാളെ ഏൽപ്പിക്കുക എന്നൊക്കെ ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ ഈ ബാലവിവാഹത്തെക്കുറിച്ച് അന്വേഷിക്കാൻ പോയപ്പോഴാണ് പറയുന്നത്, ഈ ബാലവിവാഹമെല്ലാം കുറയണമെങ്കിൽ നിങ്ങൾ സ്കൂളുകൾ കൂടുതലായി തുടങ്ങുക, കുട്ടികളെ സ്കൂളിൽ എത്തിക്കാൻ കൂടുതൽ അടിസ്ഥാന സൗകര്യം വികസിപ്പിക്കുക എന്നുള്ളതൊക്കെയാണ് വഴിയായിട്ട് അവർ തന്നെ പറയുന്നത്. പുസ്തകത്തിൽ തന്നെ പറയുന്നുണ്ടല്ലോ, കുട്ടികളെ സ്കൂളിൽ അയക്കാനുള്ള ഒരു കാരണം അവിടെ ഭക്ഷണം കൊടുക്കുന്നു എന്നുള്ളതാണ്. ആ ഉച്ചയ്ക്കത്തുള്ള ഭക്ഷണം അത് കഴിക്കാൻ വേണ്ടി മാത്രമാണ് പല പിള്ളേരും വരുന്നത്. അവർക്ക് പഠിക്കുന്നത് എന്താണ്, പഠിപ്പ് കൊണ്ട് എന്താണ് നേടാൻ പോകുന്നതെന്നൊരു ഐഡിയ തന്നെ അവർക്കില്ല. എനിക്കൊന്നും ആ ഒരു അവയർനെസ് അവർക്ക് കൊടുക്കേണ്ടതുണ്ട്. പഠിത്തത്തിൻ്റെ ഒരു വില, ഒരു നല്ല ജോലി കിട്ടാൻ സാധ്യതയുണ്ട്, അത്രയും ഒരു ബേസിക് പഠനം ആർക്കും വേണം എന്നുള്ളത് അവിടെ ആ ഒരു അറിവ് വലുതായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് പഠിച്ച് വിജയിച്ചവരുടെ ജീവിതം കാണിച്ചുകൊണ്ടായിരിക്കും അത് കൂടുതൽ എളുപ്പം നമ്മളിങ്ങനെ പറയുന്നതിനേക്കാളും. അപ്പോൾ അത് മെല്ലെ മെല്ലെ ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു കാര്യമാണ്. അതിനൊപ്പം തന്നെ നമ്മൾ ഈ ബോധവൽക്കരണം, ആളുകൾ സ്കൂളിൽ നിന്ന് പുറത്തു പോകാതിരിക്കാനുള്ള പ്രവർത്തനങ്ങൾ കൂടി ചെയ്യേണ്ടതുണ്ട് എന്നാണ് തോന്നുന്നത്. അപ്പോൾ അനവധി യാത്രകൾ ചെയ്തായിരിക്കുമല്ലോ അരുൺ ഈ പല കഥകളും എഴുതിയിട്ടുള്ളത്, കൂട്ടിച്ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു യാത്ര പോകുമ്പോൾ, ഒരു ടിപ്പ് കിട്ടിയ ഒരു യാത്ര പോകുമ്പോൾ അതിന് എന്തൊക്കെയാണ് തയ്യാറെടുപ്പ് വേണ്ടി വരാറുള്ളത്?
ആദ്യം എല്ലാവരും ചെയ്യുന്ന പോലെ ഗൂഗിളിൽ നോക്കും. ഒരു സാധനം കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ശരിയാണോ, ഇത് ഇങ്ങനെയാണോ എന്നുള്ളത് ഗൂഗിളിൽ നോക്കുകയാണ് എല്ലാവരും ചെയ്യുക, ഞാനും ചെയ്യുക. അപ്പോൾ ഗൂഗിളിൽ നിന്ന് കുറച്ച് വിവരങ്ങൾ കിട്ടും. അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെയുള്ള പത്രപ്രവർത്തകരെ ആരെങ്കിലും കണക്ട് ചെയ്യാൻ പറ്റുമോ നോക്കും. എന്നിട്ട് അവരുമായിട്ട് സംസാരിക്കും. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും ചിലപ്പോൾ നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ ചിലപ്പോൾ നമ്മൾ അവിടെ ചെന്ന് അന്വേഷിക്കുമ്പോൾ നമുക്ക് കിട്ടിക്കൊള്ളുന്നില്ല, അല്ലെങ്കിൽ നേരെ തിരിച്ചായിരിക്കും. ഇപ്പോൾ ഞാനൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ആസാമിലെ മയോങ് എന്ന് പറഞ്ഞൊരു ഗ്രാമമുണ്ട്. ആ ഗ്രാമം മന്ത്രവാദത്തിൻ്റെ ഗ്രാമമാണെന്ന് പറഞ്ഞിട്ട് ഗൂഗിളിലൊക്കെ കിടപ്പുണ്ട്. മന്ത്രവാദം അടിച്ചു കഴിഞ്ഞാൽ അത് കാണാം. അപ്പോൾ ഈ ഇന്ത്യയിലെ ഏറ്റവും വലിയ ബ്ലാക്ക് മാജിക് സ്പോട്ടായിട്ടൊക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെ ഇതിൽ കിടപ്പുണ്ട്. പക്ഷെ നമ്മൾ അവിടെ പോയി നോക്കിയപ്പോൾ ഞാൻ മനസ്സിലാക്കിയത്, നമ്മൾ ഈ നാട്ടുവൈദ്യം എന്നൊക്കെ പറഞ്ഞ് ചെയ്യുന്ന കാര്യങ്ങൾ, ഈ പാമ്പ് കടിച്ചാൽ കല്ല് വയ്ക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും വയറുവേദന വന്നു കഴിഞ്ഞാൽ എന്തോ തിരി കൊടുക്കുക എന്നൊക്കെ ചെയ്യുന്ന പോലത്തെ പരിപാടികളാണ്. അതാണ് നമ്മൾ ഈ ഗൂഗിളിൽ കാണുന്ന പല പടങ്ങൾ, യൂട്യൂബിലൊക്കെ കാണുന്ന വീഡിയോസ് എല്ലാം അതിൻ്റെയാണ് ഞാൻ കണ്ടിരിക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ ഒരുപക്ഷെ അവിടെ നേരത്തെ മന്ത്രവാദ കേന്ദ്രം ആയിരുന്നിരിക്കും, നമുക്കിപ്പോൾ പോയപ്പോൾ കണ്ടെത്താൻ പറ്റാത്തതായിരുന്നിരിക്കാം. പക്ഷേ ഈ പറഞ്ഞ പോലെ നമ്മൾ ആദ്യം മുൻവിധിയില്ലാതെ ഇതെല്ലാം അന്വേഷിക്കുക, എന്നിട്ട് പത്രപ്രവർത്തകരുമായിട്ട് സംസാരിക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മളങ്ങ് പോയി നോക്കുക. പോയി നോക്കുമ്പോൾ ചിലപ്പോൾ ഒത്താലൊത്തു, അത്രയേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ചിലപ്പോൾ നമ്മൾ ഈ അന്വേഷിക്കുന്നതിനൊപ്പം തന്നെ ഈ ആര് നമ്മുടെ കൂടെ വരുന്നു എന്നുള്ളതൊരു പ്രധാന ഘടകമാണ്. എനിക്ക് അതുകൂടി പറയേണ്ടതുണ്ട് തോന്നുന്നു. നമ്മളുടെ ഈ അന്വേഷണം സക്സസ് ആവുന്ന എപ്പോഴും കൂടെ വരുന്നവരുടെ ഒരു ഇതുകൊണ്ടുകൂടിയാണ്. ഇപ്പം എൻ്റെ കൂടെ യാത്ര വന്ന പലരും ഇവിടെ പല ഇരിപ്പുണ്ട്. പ്യാരിയുണ്ട്, നിഖിലുണ്ട്, പ്രമോദുണ്ട്. അപ്പോൾ അതിൽ ഞാൻ പ്രമോദിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് തുടങ്ങാം. ആൾ ഒരു യാത്രയ്ക്ക് പോകുമ്പോൾ, ഞങ്ങൾ കൽക്കട്ടയിൽ പോകുന്നു. കൽക്കട്ടയിൽ പോകുമ്പോൾ നമുക്ക് കുറേ ഫോൺ നമ്പർ ഉണ്ട് കയ്യിൽ. പക്ഷേ ആ ഫോൺ നമ്പറിലെല്ലാം അവിടെ എത്തി വിളിക്കുമ്പോൾ അവരാരും റെസ്പോണ്ട് ചെയ്യുന്നില്ല, എടുക്കുന്നില്ല, അല്ലെങ്കിൽ കിട്ടുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് ഞാനൊന്ന് പേടിക്കുന്നു, ഇനി എന്ത് ചെയ്യും എന്നാലോചിക്കുന്നു. അപ്പോൾ നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ പ്രമോദ് പറയുന്നു, വാ നമുക്ക് കയറി നോക്കാമെന്ന് പറയുന്നു. അങ്ങനെയാണ് കയറുന്നത്. പിന്നെ ആൾ ഒരു ഭാഷ അറിയുന്നതിൻ്റെ ഒരു ധൈര്യമുണ്ട്. അപ്പോൾ നമ്മളൊരു ഓട്ടോയിൽ കയറുമ്പോൾ നമ്മൾ ഇങ്ങനെ നോക്കി നിൽക്കുന്ന ഒരു ഓട്ടോക്കാരനെ നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാൽ ഈ പുള്ളിയെ പിടിച്ചാൽ കാര്യം നടക്കുന്നു പറയും. ശരിക്കും അങ്ങനെ ചിന്തിക്കുന്നതിലൊരു പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഇല്ലായ്മയുണ്ട്. ഒരാളെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇയാളെ പിടിച്ചാൽ കാര്യം നടക്കുന്നു പറയുന്നത്. അപ്പോൾ നമ്മൾ അതിനടുത്ത് ചെന്ന് കഴിഞ്ഞാൽ പുള്ളി കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഓട്ടോ ഡ്രൈവറെ ഒന്ന് അസസ് ചെയ്ത് കഴിഞ്ഞാൽ പുള്ളിയുടെ ആദ്യത്തെ ചോദ്യം, ഇതർ ദാരു കിധർ സെ മിലേഗ എന്ന് ചോദിക്കും. അത് കഴിഞ്ഞാൽ അടുത്ത ചോദ്യം, ദൂസരെ കാംകോ ലേഡീസ് കെ മിലേഗ ഏനാ എന്ന് ചോദിക്കും. അപ്പോൾ ഇയാളുടെ റെസ്പോണ്ടിൽ നിന്ന് കാര്യം പുള്ളിക്ക് മനസ്സിലാവും. ഈ പുള്ളി പോസിറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കാര്യം നടക്കാൻ പോകുന്നു. അല്ലെങ്കിൽ പിന്നെ വീണ്ടും ഒന്നും കൂടി തിരിച്ചു വന്നിട്ട് അടുത്ത ഓട്ടോ പിടിക്കേണ്ടി വരും. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ. അപ്പോൾ ആ സുഹൃത്തുക്കൾ ഇതിനകത്ത് വലിയൊരു സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ഞാനത് കുറച്ചും കൂടി വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ, കുറച്ച് ആധികാരികമായിട്ട് പറയാം. ഞാൻ ഒരു യാത്ര പോയിട്ട് ഇപ്പോൾ ഈ ഇടയ്ക്ക് പുറത്തിറങ്ങിയ ഒരു ബുക്കിൽ, എൻ്റെ ഒരു സുഹൃത്ത് എഴുതിയ ബുക്ക്, ഒരു ദേശം പല ഭൂഖണ്ഡങ്ങൾ എന്ന് പറഞ്ഞ ബുക്ക്, VS സനോജ് എന്ന് പറഞ്ഞ സുഹൃത്ത് ചെയ്ത ആ ബുക്കിനകത്ത് ചിലക്കളൂരിപ്പേട്ടിലെ രതിസാഹസികർ എന്ന് പറഞ്ഞൊരു അധ്യായമുണ്ട്. അതിൽ സനോജ് പറയുന്നത്, പുള്ളിയും വേറെ 2 സുഹൃത്തുക്കളും കൂടി ഒരു ലൈംഗിക കമ്പോളത്തിൽ കയറാൻ വേണ്ടി പോകുന്നു. അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ അവിടുത്തെ CPM-ൻ്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ പോയിട്ട് ചോദിക്കുമ്പോൾ, പെദ്ദാപുരത്താണ് സംഭവം. അപ്പോൾ ഏരിയ കമ്മിറ്റി ഓഫീസിൽ സംസാരിക്കുമ്പോൾ അവിടുത്തെ ഉപേന്ദ്രനാഥ് റാവു എന്നാണെന്ന് തോന്നുന്നു പേര് ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല. അദ്ദേഹം പറയുകയാണ്, നിങ്ങളവിടെ പോകുന്ന റിസ്ക്കാണ്, ഇപ്പോൾ നിങ്ങൾ പോരുത്, രാത്രിയാണ്, പ്രശ്നമാണെന്നൊക്കെ പറയുന്നു. അപ്പോൾ അത് കേട്ടപ്പോഴും എൻ്റെ കൂടെയുള്ള സുഹൃത്ത് പറഞ്ഞു, സനോജിൻ്റെ കൂടെയുള്ള സുഹൃത്ത് പറഞ്ഞു, നമുക്ക് പോയി നോക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിക്ക് ഇവരെ കണ്ടിട്ട് എന്തൊക്കെയോ വിവരങ്ങൾ എടുക്കാനുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് അത് ആവശ്യമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ പിന്നെ ധൈര്യപ്പെട്ടില്ലേ, പോയില്ല എന്നാണ് പറയുന്നത്. ആ സുഹൃത്ത് ഞാനാണ്. അപ്പോൾ ഞാൻ പുള്ളിയുടെ പുസ്തകത്തിൽ പറയുന്ന സുഹൃത്ത് ഞാനാണ്. പേര് പുള്ളി ഉപയോഗിച്ചില്ല. പക്ഷേ ഇങ്ങനെയാണ്. അപ്പോൾ ആ യാത്ര നടന്നിട്ടില്ല. ആ യാത്രയിൽ നമ്മൾ ഉദ്ദേശിച്ച കാര്യം നടന്നില്ല, നമ്മൾ തിരിച്ചു വരേണ്ടി വന്നു. അപ്പോൾ ഈ നമ്മുടെ കൂടെ ആരുള്ളത്, ഇത് പ്രമോദം ഉണ്ടായിരുന്നെങ്കിൽ നടന്നേനെ. ചിലപ്പോൾ നടന്നേനെ. വേറൊരാൾ മോശമായതുകൊണ്ടല്ല, ഒരു ടാറ്റിക്സ് ഉണ്ട് അതിനകത്ത്. അപ്പോൾ ഞാൻ ആ പുസ്തകത്തിൻ്റെ ആമുഖത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇത് എൻ്റേതെന്ന പോലെ എൻ്റെ സുഹൃത്തുക്കളുടെയും പുസ്തകമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കാര്യം അതാണ്. ഇപ്പോൾ നമ്മൾ മതപ്പാടുകളിൽ തേങ്ങ ഉടയ്ക്കുന്ന വിഷ്വൽസ് അതിൻ്റെ കവറിൽ തന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. അതെടുത്ത് നിഖിലാണ് ഇവിടെ നിൽക്കുന്നുണ്ട്. അത് അവരങ്ങ് എടുക്കുകയാണ്. നമ്മളവിടെ പോയ ഒരു പ്ലേസ് കിട്ടിക്കഴിഞ്ഞ് പിന്നെ സത്യം പറഞ്ഞാൽ ആ പടങ്ങൾ എടുക്കുന്നത് മുഴുവൻ ഞാൻ പൂർണ്ണമായിട്ട് കണ്ടിട്ടില്ല. അത് അവരുടെ ആവശ്യം കൂടിയാണത്. ആ പടം എടുക്കുന്നത് പിന്നെ അവരുടെ ആവശ്യമായി മാറുന്നു. അവരതങ്ങ് ത്രില്ലടിച്ചെടുക്കുന്നു. ശരിക്കും ആ പടം എടുത്തതിനകത്ത് ഈ ചോര ഒഴിക്കുന്ന പടമൊക്കെ കണ്ടപ്പോൾ ആൾക്കാർ വലിയ പ്രശ്നം ഉണ്ടാക്കിയതാണ്. പക്ഷേ അതിനെ അങ്ങ് സധൈര്യം നേരിട്ടിട്ട് ഞങ്ങൾ, സധൈര്യമല്ല, കുറച്ചപ്പോൾ തിരിച്ചു പോന്നു. പക്ഷേ അങ്ങനെ ചെയ്യാൻ പറ്റി പുള്ളിക്ക്. അപ്പോൾ അത് ശരിക്കും നമ്മളൊറ്റയ്ക്ക് വിചാരിച്ചാൽ, അല്ലെങ്കിൽ എൻ്റെ ആവശ്യമാണെങ്കിൽ അത് നടക്കില്ല. അത് അവരുടെയും കൂടി ഒരു ആവശ്യമാണ്. പിന്നെ അവർക്ക് എഴുതാൻ മടിയായതുകൊണ്ട് എൻ്റെ ബുക്കായെന്നേ ഉള്ളൂ. അത്രേ ഉള്ളൂ ഇതിനകത്തെ കാര്യം.
അപ്പോൾ ഒത്തിരി സാഹസികതയോട് ചെയ്ത പല കഥകളുമാണ്. ഇത്രയ്ക്കൊക്കെ ബുദ്ധിമുട്ടി ജീവൻ പണയം വെച്ചൊക്കെ ചെയ്ത ഒരു പുസ്തകമാകുമ്പം ഇതിന് സാമ്പത്തിക ലാഭം എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? നല്ല ചോദ്യം. അത് സാമ്പത്തിക ലാഭത്തെക്കുറിച്ച് പ്രത്യേകം പറയണം. അതായത് ഏതാണ്ട് ഒരു റോയൽറ്റി ഇനത്തിൽ ഞാൻ കൃത്യമായിട്ട് ഇതിൻ്റെ കണക്ക് നോക്കില്ല, കാരണം ഇത് സാമ്പത്തികം നോക്കിക്കഴിഞ്ഞാൽ ഇത് നഷ്ടക്കച്ചവടമായിരിക്കും എന്തായാലും. അപ്പോൾ അങ്ങനെ നോക്കിയിട്ടില്ല. പക്ഷേ എന്നാലൊരു 4-4.5 ലക്ഷം രൂപ കിട്ടിക്കാണെന്ന് വിചാരിക്കുക തൽക്കാലം. പക്ഷേ ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതിനകത്തെ യാത്രകളെല്ലാം ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് കാശെടുത്ത് പോയതാണ്. അതുപോലെ തന്നെ ഞാൻ അവധിയെടുത്ത് പോകുന്ന യാത്രകളാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഒന്നാമത് എൻ്റെ ജോലിയുടെ സ്വഭാവം അനുസരിച്ച് ഒരു 4-5 ദിവസത്തെ ലീവ് എന്ന് പറയുന്നത് 1-2 വർഷം കൂടുമ്പോൾ കിട്ടുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഫ്ലൈറ്റ് പിടിച്ച് പോകണം. ബംഗാളിലേക്ക് പോകുമ്പോൾ, UP പോകുമ്പോൾ ഒക്കെ ഫ്ലൈറ്റ് പിടിച്ച് പോകണം. നമ്മുടെ കൂടെ ഒരാളുണ്ടാവും. പിന്നെ ഒരു റൂം എടുക്കണം, അവിടെ പോയിട്ട് ടാക്സി ആശ്രയിക്കേണ്ടി വരും. ഇങ്ങനെ പല കാര്യങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എത്ര ചിലവായി നമ്മളന്ന് നോക്കിയിട്ടില്ല. നമുക്ക് ഇങ്ങോട്ട് കിട്ടിയ റോയൽറ്റി നമ്മളങ്ങനെ കൃത്യമായി കണക്കൊന്നുമില്ല. അതുകൊണ്ട് ഇതിനകത്ത് ലാഭം ചോദിച്ചു കഴിഞ്ഞാൽ ലാഭമൊന്നും ഉണ്ടാവാൻ വഴിയില്ല. പക്ഷേ ഉണ്ടെങ്കിൽ തന്നെ 2016 വരെ ചിലവാക്കിയ പൈസകൾ കിട്ടിക്കൊണ്ടിരിക്കുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് സാമ്പത്തികത്തെക്കുറിച്ച് നമ്മൾ വലിയ സംസാരിക്കേണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതിൽ നിന്ന് അടുത്ത ചോദ്യം, 2017 ഇതിൻ്റെ ട്രാൻസ്ലേഷൻ എഴുതി തീർത്തത്. എന്നിട്ട് 2023 അത് ആക്ച്വലി പുറത്തു വന്നത്. അതെന്തുകൊണ്ട് ഇത്രയും താമസം ഉണ്ടായി? അതെന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയാത്തതുകൊണ്ട് പറ്റിയതാണ്. 2017 മീര എനിക്ക് പുസ്തകം മൊത്തം അയച്ചു വരുന്നു. അപ്പോൾ ഞാനിതൊക്കെ ഒന്ന് വായിച്ചു നോക്കി. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ 1-2 ഈ പ്രസാധകർക്കൊക്കെ നേരിട്ട് അയച്ചു കൊടുത്തു ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ അതിൻ്റെ വഴി അതെല്ലാം നമുക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ കോവിഡ് വന്ന സമയത്ത് 2020 ശേഷം കോവിഡ് വന്ന സമയത്ത് ഒരു ദിവസം വീട്ടിലിരിക്കുമ്പോഴാണ് ചുമ്മാ ഒരു ദിവസം രാവിലെ ഇരുന്നിട്ട് ഇത് ആരോ എവിടെയോ പറഞ്ഞു, ഇങ്ങനെ ഏതോ ഒരു റെഫറൻസ് ഉണ്ടായിരുന്നു, ഇങ്ങനെ നമ്മുടെ ലിറ്റററി ഏജൻറ്റുമാർ വഴിക്കാണ് ഇംഗ്ലീഷിൽ പുസ്തകം ഇറക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഒരു ദിവസം ഇരുന്ന് അങ്ങ് ലീഡിങ് ലിറ്റററി ഏജൻസ് ഇൻ ഇന്ത്യ എന്നടിക്കുന്നു. അപ്പോൾ കുറേ പേരുകൾ വരുന്നു, കുറേ മെയിൽ കിട്ടുന്നു. അതിലേക്ക് അങ്ങ് ചറപറന്നങ്ങ് മെയിൽ അയക്കുന്നു. അപ്പോൾ അതിൽ നിന്ന് കനിഷ്ക ഗുപ്ത എന്ന് പറയുന്ന കക്ഷിയാണ് എനിക്ക് ആദ്യം റെസ്പോണ്ട് ചെയ്തത്. പുള്ളി പുസ്തകത്തിൻ്റെ സിനോപ്സിസും ഇതൊക്കെ വേണമെന്ന് പറഞ്ഞു, മേടിച്ചു. അങ്ങനെ ഹാഷറ്റിലേക്ക് എത്തി. 1-2 പ്രസാധകർ വന്നു. അതിൽ നിന്ന് ഹാഷറ്റിലേക്ക് എത്തി. അവരാണ് പുസ്തകം, പിന്നെ അവരുടെ എഡിറ്റിങ്ങും എല്ലാം കൂടി കഴിഞ്ഞ് വരുമ്പോൾ ഇത്രയും സമയമായി. പക്ഷേ ഇതിൻ്റെ വഴി എന്താണെന്ന് നമുക്ക് അറിയാത്തായിരുന്നു പ്രശ്നം. എനിക്ക് തോന്നുന്നു 2022 അവർക്ക് കൊടുത്തു. 2023 ആകുമ്പോൾ അവരത് പബ്ലിഷ് ചെയ്തു. അതാണ് അതിൽ ഉണ്ടാകുന്നത്. അപ്പോൾ ട്രാൻസ്ലേഷൻ ചെയ്യുന്നതിൽ അത്രയ്ക്കും ഒരു മാർക്കറ്റബിൾ ഒരു ഇതല്ല, അങ്ങനെ ഒരു പ്രശ്നമില്ല. ട്രാൻസ്ലേഷൻ പൊതുവേ ആർക്കും താല്പര്യമില്ലാത്തൊരു ഫീൽഡാണെന്നില്ലല്ലോ അല്ലേ? അല്ല, താല്പര്യമുണ്ട്. അത് അവരിലേക്ക് എത്തിക്കാൻ നമുക്കറിയാത്തതാണ് പ്രശ്നം. ട്രാൻസ്ലേഷനെ കുറിച്ച് ചോദിച്ചുകൊണ്ട് ഞാനൊരു ചോദ്യം ചോദിക്കാം. ഈ ട്രാൻസ്ലേഷനിൽ നേരിട്ട വെല്ലുവിളികൾ ഒന്ന് പറയാമോ? അതായത് ഈ പുസ്തകം ട്രാൻസ്ലേഷനിൽ നേരിട്ട വെല്ലുവിളികൾ എന്തെങ്കിലും ഉണ്ടോ? അതിനെക്കുറിച്ചൊന്ന് പറയാമോ? എനിക്ക് ഏറ്റവും കൂടുതൽ എനിക്കൊരു വെല്ലുവിളിയായിട്ട് തോന്നിയത് അതിൻ്റെ കണ്ടൻറ്റ് തന്നെയാണ്. അതായത് എനിക്ക് തീരെ അറിയാത്തൊരു കണ്ടൻറ്റ്, തീരെ കേട്ടിട്ടില്ലാത്ത ഒരു കണ്ടൻറ്റ്, പറഞ്ഞ പോലെ വളരെ ഞെട്ടലായിരുന്നു അത് വായിക്കുമ്പോൾ തോന്നിയത്. അതിൽ പല കഥകളും വായിക്കുമ്പോൾ നമ്മളെ വല്ലാണ്ട് അത് എഫക്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതെങ്ങനെ എഴുതാനായിട്ട് അങ്ങോട്ട് കുറേ നാൾ എനിക്കതൊരു ബ്ലോക്ക് പോലെയായിരുന്നു. അതിനെക്കുറിച്ച് എഴുതാൻ തന്നെ വളരെ നമ്മളെ ഇമോഷണലി വല്ലാണ്ട് എഫക്റ്റ് ചെയ്യുന്ന കണ്ടൻറ്റാണ് അതിൽ ഒട്ടുമുക്കാലും ഉള്ളത്. അപ്പോൾ അത് തന്നെ ഒരു ചാലഞ്ചായിരുന്നു, കണ്ടൻറ്റ് തന്നെ ഒരു ചാലഞ്ചായിരുന്നു. പിന്നെ അരുണിൻ്റെ ജേർണലിസ്റ്റിക് സ്റ്റൈലിലാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് അതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു ട്രാൻസ്ലേഷനിൽ. അപ്പോൾ പൊതുവേ എൻ്റെ ശൈലി കുറച്ചുകൂടെ ലിറ്ററേച്ചർ സ്റ്റുഡൻ്റാണ്. അപ്പോൾ കുറച്ചുകൂടെ ഒരു വേർഡി ആയിട്ടാണ് ഞാൻ എഴുതാറുള്ളത്. അപ്പോൾ അത് പ്രത്യേകിച്ച് അതിനെ കട്ട് ഡൗൺ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ വളരെ ആ ഒരു സ്റ്റൈല് തന്നെ നിലനിർത്തിക്കൊണ്ട് പോകാൻ എനിക്ക് ഇച്ചിരി ചാലഞ്ചിങ് ആയിരുന്നു. അത്രയേ ഉള്ളൂ. ആക്ച്വലി ഒരു ഫിക്ഷൻ ബുക്കിനെക്കാട്ടിലും എനിക്ക് തോന്നുന്നു നോൺ ഫിക്ഷൻ കുറച്ചുകൂടെ എളുപ്പമാണ്. ബിക്കോസ് നമുക്കൊരു റാഷണൽ ലോജിക്കൽ ടോൺ മെയിൻറ്റെയിൻ ചെയ്യാം. ഈ ഒത്തിരി ഇമോഷൻസിൻ്റെ ഇതങ്ങോട്ട് നമുക്ക് വൈകാരികമായിട്ട് എഴുതേണ്ട കാര്യമില്ല. അപ്പം ആ ഒരു കോംപ്ലിക്കേഷൻ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ബാക്കി എനിക്ക് ഓക്കെ. നമുക്ക് ഈ ബുക്ക് വായിച്ചിട്ട് ഒരു പുസ്തകം ട്രാൻസ്ലേറ്റ് ചെയ്യാൻ നിങ്ങളെ ഏൽപ്പിച്ചതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷേ അത് ചെയ്തില്ല, അതൊരു ഫിക്ഷൻ ആയിരുന്നു. അപ്പോൾ അത് ചെയ്യാതിരുന്നത് എന്തുകൊണ്ടാണ്? അത് വളരെ അത് ഫിക്ഷൻ ബുക്കാവുമ്പോൾ ഈ പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നത് കൂടുതൽ ചാലഞ്ചിങ് ആണ്. ബിക്കോസ് നമ്മൾ ആ
ശരിക്കും ഒരു കറക്റ്റ് വൈബ് വന്നിട്ടില്ലെങ്കിൽ അതങ്ങ് ഫ്ലോപ്പ് ആവും. ആ പുസ്തകം പ്രത്യേകിച്ച് വളരെ നമ്മളുടെ 100 Years of Solitude ഒക്കെ പോലെ ഭയങ്കര ലെയേർഡ് ആയിട്ടുള്ളൊരു പുസ്തകമായിരുന്നു. ഒത്തിരി റിലേഷൻഷിപ്സിനെ കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എഴുതി വരാൻ കുറച്ചധികം കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും എന്ന് എനിക്ക് തോന്നി. എനിക്ക് ഫുൾ ടൈം ജോബുണ്ട്, അപ്പോൾ അതിൻ്റെ കൂടെ ഇതിനത്രയ്ക്കും ജസ്റ്റിസ് കൊടുക്കാൻ പറ്റുമോ, ചെയ്യുന്നെങ്കിൽ നല്ല രീതിയിൽ ചെയ്യണം. അപ്പോൾ അതെനിക്ക് തോന്നി. സമയവും ഉണ്ടാവുമല്ലോ, അവർക്കൊരു ഡെഡ് ലൈനും കാണും. അത് വലിയ ബുക്ക് 400 പേജുകളും ഉണ്ട്. അപ്പോൾ അതെനിക്ക് തോന്നി അത് വേറെ ആരെങ്കിലും ചെയ്യുന്നതായിരിക്കും ബെറ്റർ. അപ്പോൾ അവരോട് പറഞ്ഞു അതായിരിക്കും ബെറ്റർ എന്ന്. പക്ഷേ ഇനി വന്നാൽ ബാക്കി സാഹചര്യങ്ങളൊക്കെ ആണെങ്കിൽ ചെയ്യാൻ തയ്യാറാണ്. കുറച്ചുകൂടി ചലഞ്ചിങ് ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഈ പറഞ്ഞ പോലെ. അപ്പോൾ വേറൊരു ചോദ്യം ഉണ്ടായിരുന്നത്, വിശുദ്ധ പാപങ്ങളുടെ ഇന്ത്യ കഴിയുന്നിടത്ത് നമ്മൾ പറയുന്നത് ഈ ലൈംഗിക തൊഴിലിൽ ഏർപ്പെട്ട സ്ത്രീകളുടെ കഷ്ടപ്പാടിനെ കുറിച്ചാണ്. അത് കഴിഞ്ഞ് അടുത്ത പുസ്തകം മതപ്പാടുകൾ വരുമ്പോഴേക്കും ലൈംഗിക തൊഴിലിൽ ഏർപ്പെട്ട സ്ത്രീകളെ തടസ്സപ്പെടുത്തുന്നവരെ കുറ്റപ്പെടുത്തുകയാണ്. അപ്പോൾ ഇത് രണ്ടും ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടല്ലോ രണ്ടിലും, അതിനെക്കുറിച്ചൊന്ന് പറയാമോ? യഥാർത്ഥത്തിൽ അങ്ങനൊരു കോൺഫ്ലിക്റ്റ് അല്ല. അതായത് ചിലർ അത് ചെയ്യേണ്ട ഒരു സാഹചര്യം വരുന്നതിനെക്കുറിച്ച്, അതായത് അവർക്ക് താല്പര്യമില്ലാഞ്ഞിട്ടും അവരുടെ ഒരു ഗതികേട് കൊണ്ട് അവരത് ചെയ്യേണ്ടി വരുന്നതിനെക്കുറിച്ചാണ് വിശുദ്ധ പാപങ്ങളുടെ ഇന്ത്യയിൽ കൂടുതലായിട്ടും പറയുന്നത്. അതേസമയം അങ്ങനെ എത്തിപ്പെട്ട് കഴിഞ്ഞിട്ട് ഈ മതപരമായ ചില ആചാരങ്ങളുടെ പേരിൽ അങ്ങനെ ലൈംഗിക തൊഴിലേക്ക് എത്തിപ്പെടേണ്ടി വന്നു കഴിഞ്ഞിട്ടും അത് ചെയ്യാൻ സമ്മതിക്കുന്നില്ല. അപ്പോൾ അവിടെ വീണ്ടും അത് ശരിക്കും വിശുദ്ധ പാപങ്ങളുടെ ഇന്ത്യയിൽ നമ്മൾ പറയുന്നുണ്ട്. അത് മംഗലാപുരത്ത് ഡാൻസ് ബാറിൽ കാണുന്ന ഫസ്റ്റ് ചാപ്റ്ററിൽ മംഗലാപുരത്ത് ഡാൻസ് ബാറിൽ കാണുന്ന ആ സ്ത്രീ പറയുന്നത്, ഞങ്ങളെ ഇതുപോലെ ആക്കിയത് ശ്രീരാമസേനയാണ്. അവിടെ ഈ പെൺകുട്ടികളെ ദേവദാസികളാക്കണമെന്ന് പറയുന്നത് ശ്രീരാമസേനയാണ്. ഇവിടെ ഇത് ചെയ്യാൻ തടസ്സം നിൽക്കുന്നതും അവരാണ്. ഇവിടെ ലൈംഗിക തൊഴിൽ ചെയ്യാൻ മംഗലാപുരത്ത് തടസ്സം നിൽക്കുന്നതും ശ്രീരാമസേനയാണെന്ന് അവർ പറയുന്നുണ്ട്. അതിൻ്റെ വേറൊരു വേർഷനാണ്, അതിൻ്റെ ഒരു ഇപ്പുറത്ത് അതിൻ്റെ വേറൊരു മതത്തിൻ്റെ ഇസ്ലാമിക് വേർഷനാണ് ഇപ്പുറത്ത് വരുന്നത്, മതപ്പാടുകൾ കാണുന്നത്. അവരെ ലൈംഗിക തൊഴിലേക്ക് എത്തിച്ചത് ഈ മുത്തലാഖ് പോലുള്ള ആചാരങ്ങളാണ്. പക്ഷേ എന്നിട്ട് അത് ചെയ്യാൻ അവിടുത്തെ മുസ്ലിം മൗലികവാദികൾ സമ്മതിക്കുന്നില്ല. അപ്പോൾ രണ്ടും തമ്മിൽ കോൺഫ്ലിക്റ്റ് ഇല്ല. രണ്ട് പുസ്തകത്തിൽ ഈ വിഷയം പറയുന്നുണ്ട്. പക്ഷേ ഒന്നിലത് കൃത്യമായിട്ടങ്ങ് നമ്മൾ വായിച്ചെടുക്കാത്തതിൻ്റെ ഒരു കാര്യമായിരിക്കും എനിക്ക് തോന്നുന്നത്. അപ്പം ഇത്ര എഗെയിൻ അത് കുറച്ചതിലൊരു കോൺട്രവേഴ്സി വരുന്നുണ്ട് അല്ലേ? അപ്പം എന്തെങ്കിലും ഭീഷണികൾ ഉണ്ടായിട്ടുണ്ടോ ഇങ്ങനത്തെ ഇത് കവർ ചെയ്യുമ്പോൾ? ഇല്ല, എനിക്ക് ഇതുവരെ ഒരു ഭീഷണിയും ഉണ്ടായിട്ടില്ല ഈ പുസ്തകങ്ങളുടെ പേരിൽ. എനിക്ക് തോന്നുന്നത് ഭീഷണി ഉണ്ടാകാത്തതിൻ്റെ കാരണം എനിക്ക് തോന്നുന്നു നമ്മൾ ദൈവത്തെ തൊടുമ്പോഴാണ് പൊതുവെ ആളുകൾക്ക് പൊള്ളുന്നത്. അല്ലെങ്കിൽ ആചാരത്തെ മതത്തെ ഒന്നും നമ്മൾ പറഞ്ഞു പോകുമ്പോൾ ആളുകൾക്ക് അങ്ങനെ അങ്ങ് പൊള്ളുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ പൊതുവേ മതവികാരം വ്രണപ്പെടുക എന്ന് പറയുന്നുണ്ടല്ലോ. അത് നമ്മുടെ ഒരു സുഹൃത്ത് കളിയാക്കി പറയുന്നത് മതവികാരം വ്രണപ്പെടുക എന്നാണ് പറയേണ്ടതെന്ന് പറയും. അത് വ്രണപ്പെടുന്ന ഇപ്പോഴും ദൈവത്തെ തൊടുമ്പോഴാണ്, അല്ലാതെ ആചാരങ്ങളെ തൊടുമ്പോൾ. പിന്നെ ഇതിനകത്ത് ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് എല്ലാം നമ്മൾ സർക്കാർ ഡോക്യുമെൻറ്റുകൾ വെച്ചിട്ടാണ് പറയുന്നത്. ഇത്ര ദേവദാസികളുണ്ട്, അവിടെ അവർക്ക് പെൻഷൻ കിട്ടുന്നില്ല എന്നുള്ള കാര്യം അതെല്ലാം സർക്കാരിൻ്റെ രേഖകളിലുണ്ട്. അവിടെ ഇത്ര കുട്ടികൾക്ക് അച്ഛനില്ല എന്നുള്ള കാര്യം സർക്കാർ രേഖയിലുണ്ട്. നമ്മൾ RTI നിയമപ്രകാരം എടുത്ത് പിന്നെ സുപ്രീം കോടതിയുടെ ഇടപെടലുണ്ട്. അപ്പോൾ ഇതെല്ലാം വരുമ്പോൾ ഇവർക്ക് പിന്നെ നമ്മൾ ആളുകളെ കണ്ടിട്ട് അവർ പറയുന്നത് അതുപോലെ കേട്ട് പുസ്തകത്തിൽ എഴുതിയിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് നമ്മുടെ ഒരു കമൻറ്റൊന്നും അധികം വരുന്നില്ല. നിങ്ങൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് തന്നെ വ്യക്തമാണ് ഈ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നം. അവർ പറയുന്നു, അവരുടെ ദുരിതങ്ങൾ അവർ കൃത്യമായിട്ട് പറയുന്നുണ്ട്. വേണ്ടതിനുള്ള രേഖകളും ഒക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടായിരിക്കും പിന്നെ ഇതിനകത്ത് ഞാൻ മനസ്സിലാക്കിയത് ഈ വിശുദ്ധ പാപങ്ങളുടെ ഇന്ത്യയൊക്കെ കൂടുതൽ ആഘോഷിച്ചത് വിശ്വാസികളായ ആളുകൾ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് അവർക്കത് നമ്മുടെ ചുറ്റുമുള്ള സ്ത്രീകൾ ഇങ്ങനെ അനുഭവിക്കേണ്ടി വരുന്നു എന്നുള്ളത് അവർക്കൊരു വേദനയായിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. സ്ത്രീകളാണ് കൂടുതൽ വായിച്ച് പ്രതികരിച്ചതെന്നും എനിക്ക് തോന്നുന്നു. ഇപ്പം ട്രാൻസ്ലേഷൻ ആണെങ്കിലും കൂടുതൽ സ്ത്രീകളാണ് വായിച്ചിട്ട് എനിക്ക് ഇപ്പം മെയിൽ അയച്ചതോ കോൺടാക്ട് ചെയ്തിട്ടുള്ള ഒത്തിരി ആൾക്കാർ സ്ത്രീകളിൽ തന്നെ പലരും എന്തെങ്കിലും ഞങ്ങളെ കൊണ്ട് സഹായം ചെയ്യാൻ പറ്റുമോ, എൻ്റെ സുഹൃത്തുക്കൾ പലരും ഞങ്ങൾക്ക് അവിടെ വന്ന് എന്തെങ്കിലും ട്രെയിനിങ് കൊടുക്കാൻ പറ്റുമോ, അവരെ പുനരധിവസിപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്കൊന്ന് സ്ത്രീകൾക്ക് ഒത്തിരി അതൊരു ഇമ്പാക്റ്റ് ഉണ്ടായിട്ടുണ്ട്. ഇപ്പം അരുണിന് എന്താ തോന്നുന്നത്, ഈ ദേവദാസി സിസ്റ്റം ദേവദാസികൾ എന്തുകൊണ്ടാണ് അമ്പലങ്ങളിൽ, ആ ആചാരം എങ്ങനെയാണ് അമ്പലങ്ങളിൽ തുടങ്ങിയത്, എന്താ തോന്നുന്നത്? ഈ ദേവദാസി സമ്പ്രദായം തുടങ്ങിയതിന് ഒരു കാരണമുണ്ടാവും. ഇപ്പോൾ നമ്മൾ ഇവിടുത്തെ ആചാരം അനാചാരം എന്ന് പറയുന്ന ഇപ്പോഴത്തെ കാര്യങ്ങൾക്കെല്ലാം ഒരു കൃത്യമായൊരു വിശദീകരണം ഉണ്ടാവണം.
ഇതിന് പുസ്തകങ്ങൾ പറയുന്നത് ഈ കാര്യങ്ങൾ ഇനി പുസ്തകങ്ങൾ പറയുന്നതേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. നമ്മുടെ മനുഷ്യൻ അവൻ്റെ റീപ്രൊഡക്ഷൻ ലൈംഗിക ബന്ധത്തിലൂടെയാണ് എന്ന് മനസ്സിലാക്കുന്ന ഘട്ടം മുതൽ അതിനൊരു ദൈവിക സ്പർശം വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതായത് ഇപ്പോൾ നമ്മുടെ കൃഷി പോലെ തന്നെ കൃഷി കൂടുതലുണ്ടാവാൻ വേണ്ടിയിട്ട് ദൈവത്തെ കൂട്ടുപിടിക്കും. അവിടെ ഈ കൃഷി സ്ഥലങ്ങളിൽ നമ്മൾ പൂജിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോഴും ചെയ്യുന്ന കാര്യമാണ്. അതുപോലെ തന്നെ ഈ ലൈംഗിക ബന്ധത്തിലൂടെയാണ് മനുഷ്യൻ്റെ പുനരുൽപാദനം നടക്കുന്നതെന്ന് മനസ്സിലാക്കുന്നിടത്ത് മനുഷ്യൻ അതിനെ ദൈവവുമായിട്ട് കൂട്ടിക്കെട്ടുക എന്ന് പറയുന്ന ഒരു സ്വാഭാവിക സംഭവമാണ്. അത് മനുഷ്യൻ്റെ ഒരു സാധാരണ ചിന്തയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ അമ്പലങ്ങളിൽ മാത്രമല്ല എല്ലാ ആരാധനാലയങ്ങളിലും ഈ ലൈംഗിക ബന്ധം നടന്നിരുന്നു, അല്ലെങ്കിൽ അതിന് വേണ്ട ഒരു വേദിയായിട്ട് ക്ഷേത്രങ്ങളെ തിരഞ്ഞെടുത്തിരുന്നു എന്നാണ് പറയുന്നത് എല്ലാ രാജ്യങ്ങളിലും. അത് നമ്മുടെ ഈ അമ്പലങ്ങളിൽ രതിശില്പങ്ങളുണ്ടെന്നൊക്കെ നമ്മൾ വളരെ അത്ഭുതമായിട്ട് പറയുന്നുണ്ട്. പക്ഷേ അതിനകത്ത് അങ്ങനെ അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. അതൊരു സ്വാഭാവികമായിട്ടുള്ള ഒരു സംഭവമാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ക്ഷേത്രങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടൊരു വളരെ കണക്ട് ചെയ്യപ്പെട്ടൊരു സാധനം തന്നെയാണ്. അവിടെ വെച്ചിട്ട് നമ്മുടെ ഈ സ്വകാര്യ സ്വത്തവകാശമൊക്കെ വന്നപ്പോൾ സ്വന്തം ഭാര്യമാരുമായിട്ട് അമ്പലങ്ങളിൽ പോവുക എന്നുള്ളതൊക്കെ നിർത്തിയിട്ട് അവിടെ ഒരു സംവിധാനം കൊണ്ടുവരുന്നു. അവിടെ ദേവദാസികൾ എന്ന് പറയുന്നൊരു സംഭവം. അപ്പോൾ നമ്മളിപ്പോൾ വിചാരിക്കുന്ന ഇപ്പം നമുക്ക് കേൾക്കുമ്പോൾ തോന്നും ഇതൊരു ഭയങ്കര നമ്മുടെ മോറൽ ഇത് വെച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് തോന്നും ഇതൊക്കെ പ്രായോഗികമാണെന്ന് തോന്നും. പക്ഷേ അതൊരു സ്വാഭാവിക സംഭവമാണത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഈ ദേവദാസികൾ വരുന്നു. പിന്നെ നമ്മുടെ ഈ സൊസൈറ്റി മാറിയതിനനുസരിച്ച് ഈ ദേവദാസികളെ മാറ്റാൻ മറന്നു. അതൊരു നമുക്ക് സൗകര്യം പോലെ ഉപയോഗിക്കാൻ വേണ്ടി അവരോട് അമ്പലത്തിൽ നിന്നോട്ടെ എന്ന് വിചാരിക്കുകയും മനുഷ്യൻ വേറൊരു ഭാഗത്ത് അവരല്ലാത്തവരെല്ലാം വേറൊരു ഭാഗത്ത് സൊസൈറ്റിയിൽ വളരെ മോറലൊക്കെ ആയിട്ട് പോവുകയും ചെയ്തപ്പോഴാണ് അവരുടെ ഒരു വില ഇടിഞ്ഞിട്ടുണ്ടാവുക, അല്ലെങ്കിൽ അവരൊരു കൊള്ളരുതാത്തവരായിട്ട് മാറിയിട്ടുണ്ടാവുക. അത് നമ്മുടെ ഒരു സദാചാര ബോധത്തിൽ മെല്ലെ മെല്ലെ വന്നൊരു മാറ്റമായിരിക്കണം. പിന്നെ ജാതിയും അതിലൊരു വലിയ ഫാക്ടർ അല്ലേ? കേരളത്തിൽ ഈ ജാതിയുടെ പ്രശ്നം വലുതായിട്ട് വരാത്തത് കൊണ്ടാണോ? കേരളത്തിൽ ഇത് ദേവദാസി സിസ്റ്റം ഉണ്ടായിരുന്നോ? എത്രത്തോളം പഠിച്ചിരുന്നോ അതിനെക്കുറിച്ച്? MGS പറയുന്നതനുസരിച്ച് ഇപ്പോൾ നേരത്തെ പറഞ്ഞതിൻ്റെ ബാക്കിയായിട്ട് പറയാം. MGS പറയുന്നത് എന്തുകൊണ്ടാണ് കേരളത്തിൽ ദേവദാസികൾ ഇപ്പോൾ പ്രകടമല്ലാത്ത അവരുണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ എന്തുകൊണ്ട് നമുക്ക് അവരെ കാണാൻ കഴിയുന്നില്ല എന്നുള്ളൊരു ചോദ്യം. അതിന് MGS പറയുന്നതാണ് കുറച്ച് ഇതായിട്ട് തോന്നുന്നത്. അദ്ദേഹം പറയുന്നത് നമ്മുടെ ഇവിടുത്തെ പല ജാതികളിലായിരുന്നു ഇവിടുത്തെ ദേവദാസികൾ. ഇപ്പോൾ അത് മുന്നോട്ട് കൊണ്ടുപോകുന്ന അതൊരു തടസ്സമായിട്ടുണ്ടാവും. അതായത് ഒരേ ജാതിയിൽപ്പെട്ടവർ തന്നെ ദേവദാസികളാണെങ്കിൽ അവരുടെ കുട്ടികളെയും എല്ലാവരെയും അത് അങ്ങനെ തന്നെ കണ്ടുകൊണ്ടിരിക്കും ബാക്കിയുള്ളവർ. പക്ഷേ പല ജാതികളിൽ നിന്നുള്ളവർ ദേവദാസികളാവുമ്പോൾ ജാതീയമായിട്ട് നിങ്ങൾക്ക് ഒരാളെ ഒറ്റപ്പെടുത്താൻ പറ്റുന്നില്ല. പല ജാതികളിലും ഇതുണ്ട്. അവരങ്ങനെ കാലക്രമേണ അതങ്ങ് ഇല്ലാതായി പോയിക്കൊണ്ടിരിക്കും. ഇപ്പോൾ നമ്മുടെ മലയാള സാഹിത്യം എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം മേദിനി വെണ്ണിലാവിൻ്റെ കഥ പറയും. ചന്ദ്രോത്സവത്തിൽ മേദിനി വെണ്ണിലാവിൻ്റെ കഥ പറയും. അവരൊരു ബ്രാഹ്മണ സ്ത്രീയായിട്ടാണ് അവർ അവതരിപ്പിക്കുന്നത്. അതൊരു സാഹിത്യമാണെങ്കിലും ബ്രാഹ്മണ സ്ത്രീയെ ദേവദാസിയായിട്ട് അവതരിപ്പിക്കാം എന്ന് പറയുമ്പോൾ ബ്രാഹ്മണരും ഇവിടെ ദേവദാസികളായിരുന്നിരിക്കും എന്നാണ് മനസ്സിലാവേണ്ടത്. അതുപോലെ കൊണോത്തര അങ്ങനെ കുറേ ആൾക്കാരുടെ കഥകൾ വരുന്നതെല്ലാം പല ജാതികളിൽപ്പെട്ടവരുടെ കഥ വരുന്നുണ്ട്. അപ്പോൾ അതൊരു പ്രധാന ഘടകമായിരിക്കും. ഇത് ഉന്നത സമുദായം നമ്മൾ വിളിക്കുന്നവരും ദേവദാസികളുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഒരു പ്രശ്നം വരുന്നത്, ഇപ്പോൾ കർണാടകയിലെ പ്രശ്നം നമ്മൾ പറയുന്നത് വാൽമീകി കമ്മ്യൂണിറ്റിപ്പെട്ടവർ അല്ലെങ്കിൽ മാദിക കമ്മ്യൂണിറ്റിപ്പെട്ടവരാണ്. അപ്പോൾ നിങ്ങൾ ആ തൊഴിൽ നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാലും ആ ജാതിയെ മറ്റ് ആൾക്കാർ കാണുന്നത് ഇങ്ങനെയാവും എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അവർ പാരമ്പര്യമായിട്ട് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസിലെ ഓക്കെ. അപ്പോൾ ഒരുവിധം എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ കവർ ചെയ്തു എന്ന് തോന്നുന്നു. ഇപ്പം ഓഡിയൻസിൽ നിന്ന് ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ ഹലോ. ഈ മിസ്റ്റർ അരുണിൻ്റെ 2 പുസ്തകങ്ങളും വിശുദ്ധ പാപങ്ങളുടെയും മതപ്പാടുകളും വളരെ ആവശ്യത്തോടു കൂടി വായിച്ചതാണ്. നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു കണ്ണാടി എന്നുള്ള രീതിയിൽ ഇതിനെ സമൂഹത്തിലേക്ക് അവതരിപ്പിച്ചതിന് എല്ലാവിധ അഭിനന്ദനങ്ങളും സ്നേഹവും അറിയിക്കുകയാണ്. അപ്പം ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നമ്മളറിയാത്ത ഒരു വിശുദ്ധ പാപങ്ങളുടെ ഇരയായിട്ടുള്ള നമ്മളറിയാത്ത ഒരു സമൂഹത്തെയാണ് നമ്മുടെ മുന്നിലേക്ക് അവതരിപ്പിച്ചത്. എന്നാൽ നമ്മുടെ വീട്ടിലുണ്ടായിരിക്കാം, നമ്മുടെ ചുറ്റുമുണ്ടാകുന്ന ഈ വിശുദ്ധ പാപങ്ങളുടെ ഇരയായിട്ട് നമ്മുടെ ചുറ്റും ഒരുപാട് ആളുകളുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ ചൊവ്വാദോഷം എന്നുള്ള പേരിൽ, പർദ്ദ എന്നുള്ള പേരിൽ ഈ വിശുദ്ധ പാപങ്ങളുടെ ഇരയായിട്ട് നമ്മുടെ വീട്ടിൽ, നമ്മുടെ തൊട്ടടുത്ത് ഒരുപാട് ആളുകളുണ്ടല്ലോ. അപ്പോൾ ഇതിനെ എങ്ങനെയാണ് പരിഹരിക്കാൻ നമുക്ക് പറ്റുക? എന്താണ് ഇതിന് ഒരു പരിഹാര മാർഗമായിട്ട് നിർദ്ദേശിക്കുന്നത്? ഈ ചൊവ്വാദോഷത്തിൻ്റെയൊക്കെ എനിക്ക് തോന്നുന്നു മതപ്പാടുകളിൽ അത് നമ്മുടെ നാഡീജ്യോതിഷത്തിൻ്റെ കാര്യമൊക്കെ പറയുന്നുണ്ട്. അത് അത്ര എളുപ്പമായിട്ട് നമുക്കങ്ങനെ പരിഹരിക്കാൻ പറ്റുന്നത് അറിയില്ല അതിനെക്കുറിച്ച്. പക്ഷേ എനിക്ക് തോന്നുന്നത്
മെല്ലെ മെല്ലെ അതിനെ ആളുകൾക്ക് ഇതിൻ്റെ ഒരു പൊള്ളത്തരം ബോധ്യപ്പെടുത്തി കൊടുക്കുകയായിരിക്കും വഴിയെന്ന് വിചാരിക്കുന്നു. പിന്നെ പർദ്ദ എന്ന് പറയുന്ന ഇഷ്യൂവിൽ അതിനകത്ത് നമ്മുടെ ഒരു പൊളിറ്റിക്സിൻ്റെ ഒരു പ്രശ്നം കൂടിയുണ്ട്. അതായത് അവരെ തൊടാൻ ചെറിയ പേടിയുണ്ട്, പർദ്ദയുടെ കാര്യം പറയാൻ ചെറിയ പേടിയുണ്ട് നമ്മുടെ മുഖ്യധാര രാഷ്ട്രീയ കക്ഷികൾക്ക്. പുരോഗമന സാഹിത്യകാരന്മാർക്കും ഈ പ്രശ്നമുണ്ട്. നമ്മളിവിടെ നവോത്ഥാനമൊക്കെ പറയുന്ന ആളുകൾക്കും ഇതൊക്കെ പറയുന്ന സമയത്ത് അത് വേണോ എന്ന് കേരളത്തിലൊരു പ്രശ്നമുണ്ട്. അത് സത്യത്തിൽ അവരെ അത് പിന്നോട്ടടിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം വലിയ ഫെമിനിസമൊക്കെ പറയുന്ന കൂട്ടത്തിൽ ഈ പർദ്ദ എന്ന് പറയുന്ന വിഷയം വരുന്ന സമയത്ത് അതൊരു വസ്ത്ര സ്വാതന്ത്ര്യത്തിൻ്റെ പ്രശ്നമായിട്ട് പോയി. നമ്മൾ മതപ്പാടുകൾ അതാണ് പറയുന്നത്, അത് വസ്ത്ര സ്വാതന്ത്ര്യം ആണെങ്കിൽ അങ്ങനെ നിർത്താം. പക്ഷേ അപ്പോൾ ഈ ലൈംഗിക തൊഴിലാളികൾ അത് ചെയ്യുമ്പോൾ വീണ്ടും അത് മതത്തിൻ്റെ ആയിട്ട് നമ്മൾ ഏറ്റെടുക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് പൊളിറ്റിക്സിൻ്റെ ഒരു പ്രശ്നം, പൊളിറ്റിക്സ് അതിന് എടുക്കുന്ന നിലപാടുകളും ഈ പർദ്ദയുടെ കാര്യത്തിൽ വിഷയം തോന്നുന്നു. ചൊവ്വാദോഷമൊക്കെ എനിക്ക് തോന്നുന്നത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. അത് ആളുകൾ മാറുക തന്നെ വേണം. അതിന് എന്താണ് സൊല്യൂഷൻ എന്ന് പറയാൻ എനിക്ക് അറിയില്ല. അരുണിൻ്റെ ബുക്ക് ഇറങ്ങിയ ഉടനെ ഞാനിതുപോലെ വായിച്ച് അതിൻ്റെ ഒരു ഷോക്ക്, ഈ പറഞ്ഞ പോലെ ഒരു വല്ലാത്തൊരു പ്രമേയമാണല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ഷോക്കിൽ നിന്ന് ഒരു മോചിതയായി കഴിഞ്ഞിട്ടാണ് ഒരു റിവ്യൂ ഞാൻ അതിനെ പറ്റിയിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, എനിക്ക് അന്നേ ഉള്ള സംശയമാണ്, ഇന്ത്യയിൽ ഇപ്പോൾ പ്രത്യേകിച്ച് കർണാടക, തമിഴ്നാട് ഭാഗത്തുള്ള ദേവദാസികൾ കലാകാരികൾ കൂടിയുണ്ട്, ഡാൻസേഴ്സ് ഉണ്ട്, മ്യൂസിഷ്യൻസ് ഉണ്ട്, വീണാധനമ്മാൾ, ബാലസരസ്വതി, MS ഒക്കെ ദേവദാസി സമുദായത്തിൽപ്പെട്ടവരാണ്. ബ്രിട്ടീഷുകാർ ഇത് നിരോധിച്ചുകൊണ്ടുള്ള നിയമം ഇറക്കിയപ്പോൾ അവരൊരു സംഘടന രൂപീകരിച്ച് ഇതിനെ എതിർക്കുന്നുണ്ട്. ഇപ്പോൾ ബാംഗ്ലൂർ നാഗരത്നമ്മൊക്കെ അതിൻ്റെ നേതാവായിരുന്നു. അവരിതിനെ ശക്തമായിട്ട് അവർക്ക് അവരുടെ റൈറ്റ്സിനെ വയലേറ്റ് ചെയ്യുന്ന പോലത്തെ അവർ അതിന് എതിരെ സമരം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഭാഗത്ത് അവരുടെ ഉള്ളിൽ തന്നെ അത് വേണം എന്ന് ആവശ്യപ്പെടുകയും ആ ഒരു സിസ്റ്റം, അപ്പോൾ അതിലും ക്ലാസ് ഡിഫറൻസ് ഉണ്ടോ? ഇപ്പോൾ കുറേ പേര് നല്ല ആർട്ടിസ്റ്റുകളായിട്ട് നല്ല കലാകാരികളായിട്ട് വരുന്നു, കുറേ പേര് ഇപ്പോൾ അരുൺ എഴുതിയ പോലെ വളരെ ദാരിദ്ര്യത്തിലും ചൂഷണം ചെയ്യപ്പെട്ടും ഒരു ഭാഗം. അപ്പോൾ അതിലൊരു ക്ലാസ് ഡിഫറൻസ് കണ്ടിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ ഇപ്പോൾ നമ്മളിപ്പോഴത്തെ ഒരു പ്രസൻറ്റ് സിറ്റുവേഷനിൽ അന്വേഷിക്കുമ്പോൾ അങ്ങനെ ഒരു ക്ലാസ് ഡിഫറൻസ് കണ്ടിട്ടില്ല. കാരണം ഈ മുന്നാക്ക സമുദായത്തിൽപ്പെട്ട ആരും അതിൻ്റെ ശേഷിപ്പുകൾ പറയുന്നില്ല. അവർ ഇപ്പോൾ ഈ MS-ൻ്റെ കാര്യം പറഞ്ഞാൽ പോലും അവരുടെ പിന്മുറക്കാർ പോലും അത് പറയാൻ ഇഷ്ടപ്പെടാത്തൊരു സ്ഥിതിയാണുള്ളത്. ദേവദാസി എന്ന് പറയാൻ ഇഷ്ടപ്പെടാത്ത സ്ഥിതിയാണുള്ളത്. അവർ സംഗീതം എന്നുള്ള ഇതിൽ മാത്രമാണ് നിൽക്കുന്നത്. നമ്മളാണ് പറയുന്നത് ഇവർ ഇന്ന ആൾക്കാർ ഇതിൻ്റെ തുടർച്ചയായിട്ടുണ്ടായിരുന്നു എന്ന്. ഞാൻ ഈ ഒരു പ്രസൻറ്റ് സോഷ്യൽ കണ്ടീഷൻ വെച്ചിട്ടാണല്ലോ അന്വേഷിക്കുന്നത്. അപ്പോൾ അതിൽ കണ്ടിരിക്കുന്നതെല്ലാം ഈ വാൽമീകി മാദിക കമ്മ്യൂണിറ്റിപ്പെട്ട സ്ത്രീകളാണ്. അതിൽ നിന്ന് ആരും അങ്ങനെ ഉയർന്നു വന്നതായിട്ട് അവരും അവകാശപ്പെടുന്നില്ല. അതിനുള്ള സാധ്യതകളും കുറവാണ്. കാരണം അങ്ങനൊരു ഇതൊക്കെ മാറി. നമ്മൾ ഈ ദേവദാസി എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ മേഡം പറഞ്ഞ സംഭവം ഉണ്ടായിരുന്നത് വളരെ പണ്ടാണ്. അതിൽ നിന്നൊക്കെ മാറിയിട്ട് ഇതൊരു ഉപാധിയായിട്ട് മാത്രമാണ് ഇപ്പോൾ നമ്മുടെ ഈ കർണാടകയിലായാലും ആന്ധ്രയിലായാലും ഉള്ള സ്ഥലങ്ങളിൽ കൊണ്ട് നടക്കുന്നുണ്ടായിരുന്നത് നമ്മൾ അന്വേഷിക്കുന്ന ഘട്ടത്തിൽ. ഞങ്ങളൊന്ന് ഗ്രാമങ്ങളിൽ പോയപ്പോഴും എല്ലാം ഒരുപോലെ, അങ്ങനെ വ്യത്യാസം ഒന്നിലും തോന്നിയില്ല. അവിടെ വന്ന സ്ത്രീകൾ ഒരു 10-300 സ്ത്രീകളെല്ലാം കൂടെ കണ്ടിട്ടുണ്ടാവും അല്ലേ? എല്ലാവരുടെയും ഒരുപോലത്തെ അങ്ങനെ ഒരു ക്ലാസ് ഡിഫറൻസ് അവരിൽ ഞങ്ങൾക്ക് തോന്നിയില്ല കണ്ടപ്പോൾ. അവരെ പാട്ട് പഠിപ്പിക്കും, ഡാൻസ് പഠിപ്പിക്കും. അതിൻ്റെയും പറഞ്ഞ പോലെ ലക്ഷ്യം ആണുങ്ങളെ സന്തോഷിപ്പിക്കലാണ്, അവരുടെ സന്തോഷമല്ല. അപ്പോൾ ആ ലക്ഷ്യത്തോടുകൂടി അങ്ങനെയൊക്കെ ഇപ്പോഴും ഉണ്ടോ? അതിന് വേണ്ടി പഠിക്കുന്ന എനിക്ക് അറിഞ്ഞൂടാ. ഇല്ല, അങ്ങനൊരു സ്ഥിതി ഇപ്പോൾ കർണാടക ഗ്രാമങ്ങളിലോ ഒന്നുമില്ല. അതൊക്കെ ഒന്നാമത് അതൊക്കെ ആദ്യത്തെ നിരോധനത്തിൽ തന്നെ അതെല്ലാം എടുത്തു പോയി കാണും. ഈ 82-ലെ നിരോധനത്തിന് മുമ്പ് പോലും ദേവദാസികളാക്കപ്പെട്ട പെൺകുട്ടികൾ ഉണ്ടായിരുന്നതെല്ലാം ലൈംഗിക കമ്പോളങ്ങൾ എത്തുന്നവരായിരുന്നു, അല്ലെങ്കിൽ ലൈംഗിക തൊഴിൽ ചെയ്യേണ്ടി വരുന്നവരായിരുന്നു. അതുകൊണ്ടാണ് സർക്കാർ 82-ൽ വീണ്ടും നിരോധിക്കുന്നത്. ഇപ്പോൾ ബ്രിട്ടീഷ് സർക്കാർ നിരോധിച്ച കാലത്തിന് ശേഷവും ഈ പറഞ്ഞ ഈ നമ്മളെ ഈ കലാനിപുണകളാവുക എന്ന് പറയുന്ന ഒരു സ്ഥിതിയൊന്നും ഉണ്ടായിട്ടില്ല. അതിൻ്റെ ശേഷിപ്പുകളൊന്നും കർണാടകയിലൊന്നുമില്ല. അവിടെ എല്ലാം ഉണ്ടായിരിക്കുന്നത് ഈ സ്ത്രീകൾ ഇങ്ങനെ വളരെ ഇതിൽ പെട്ടുപോയ സ്ത്രീകൾ മാത്രമാണ് ഉള്ളത്. അതെ, പോയവരാണുള്ളത്.